കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭ സഭയുടെ ഏറ്റവും നട്ടലായിരിക്കുന്ന, സഭയുടെ ജീവനാഡിയായിരിക്കുന്ന പരിശുദ്ധ നോമ്പ് നമ്മളെല്ലാവരും ആചരിച്ച് അതിൻ്റെ ഒരു ഫുൾനെസ് അഥവാ പൂർത്തീകരണത്തിൻ്റെ, നോമ്പിൻ്റെ രുചിച്ചറിയുന്ന മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രായമായ കാരണവന്മാരൊക്കെ പറയും, ഈ ഞായറാഴ്ച 36-ാം ഞായറാഴ്ച എന്ന് വിളിക്കും. ഇന്നു മുതൽ ഈ ആഴ്ചക്കാലം ഓശാന ആഴ്ച. നോമ്പിൻ്റെ തുടക്കം മുതൽ തന്നെ വിശുദ്ധ എവങ്കേലിയോനിലൂടെ നമ്മൾ കേട്ടതായ തിരുവചനങ്ങൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പല സന്ദർഭങ്ങളിലും നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെയും പല ആഴ്ചകളായി നമ്മൾ കേട്ടു, അതൊക്കെയും ധ്യാനിച്ച് പോരുമ്പോൾ ഈ ഞായറാഴ്ചയും പരിശുദ്ധ പിതാക്കന്മാരാൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ളവനായ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 41 വരെയുള്ള വേദഭാഗം. ഇത്രയും സുദീർഘമായ ഒരു വേദഭാഗം നമ്മളൊക്കെയും ഏറെ ശ്രദ്ധയോടുകൂടി ധ്യാനിച്ചു കേട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതുകൊണ്ട് ആ വേദഭാഗത്തിൽ നിന്നും 1-2 ചിന്ത നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വെക്കുകയാണ്. ഈ വേദഭാഗം പരാമർശിക്കുന്നത് ജന്മനാ കുരുടനായിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവായ യേശു തമ്പുരാൻ സൗഖ്യം കൊടുക്കുന്നു. സൗഖ്യം കൊടുക്കുന്നു എന്നതല്ല പ്രത്യേകത, എപ്രകാരം ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും പലരുടെയും അനുഭവങ്ങൾ നമ്മൾ കണ്ടത് വിശ്വാസത്തോടെ കടന്നു വരുന്ന